എന്തോ ജാമു ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും കത്തി നിൽക്കുന്ന പ്രശ്നം. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ഏറ്റവും വലിയ അപരാധമായിട്ട് പല ആൾക്കാരും ചിത്രീകരിച്ച ഒരു സാധനമാണിത്. ഇത് എനിക്കും തോന്നിയിട്ടുണ്ട് ഈ സാധനം. ഈ എന്തു ജോമു എന്ന് പറയുന്നവർക്കൊക്കെ ഇപ്പൊ വാരിപ്പെറുക്കി സ്ട്രൈക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ജോമും ഐഷും. ഈ വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ഒന്ന് അടിച്ചേക്കുക, ഹൈപ്പ് ഒന്ന് കൊടുത്തേക്കുക കേട്ടോ. കൂടുതൽ അടുപ്പിച്ച് കോളാക്കാൻ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. വിഷയം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഇൻസ്റ്റാഗ്രാം പോലത്തുള്ള സോഷ്യൽ മീഡിയയിൽ കയറി വൈറലായി കത്തിക്കയറാറുണ്ട്. അത്തരത്തിൽ 2026 തുടങ്ങിയപ്പോൾ മുതൽ കത്തിക്കേറിയ ഒരു ടീമാണ് ഐഷുവും ജോമും. അപ്പോ ഈ ഐഷുവിന്റെയും ജോമുവിന്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവര് ചെറിയ ചെറിയ പ്രാങ്കുകൾ സാധനം മറ്റേ സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്നു. സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുന്ന ഈ സാധനം ഇവര് ബാക്കിൽ നിന്ന് ഡബ് ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് നമുക്ക് ചെയ്തത്. എനിക്ക് നമ്മൾ ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊന്നും പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിന്റെ കൃത്യമായ മേക്കിംഗ് രീതി ഒന്നും അറിയില്ല. സംഭവം ഇവരുടെ ഭയങ്കര വൈറലായ ഒരു റീല് വെള്ളം എടുക്കുന്നു, ഇങ്ങനെ ഒഴിക്കുന്നു. അപ്പൊ ഇതിന്റെ സൗണ്ട് അയ്യോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്തോ ചാമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ സാധനം എല്ലാം അവസാനിക്കുന്നത്. ഈ സാധനം പല ആൾക്കാരും എടുത്തിട്ട് റിയാക്ട് ചെയ്തു, പല ആൾക്കാരും കളിയാക്കി, പല ആൾക്കാരും ട്രോളി. ഈ ട്രോളും കളിയൊക്കെ റിയാക്ഷൻസും ഒക്കെയാണ് ഇവർക്ക് കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുത്തത്. അതവിടെ നിൽക്കട്ടെ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിനെ പല ആൾക്കാരും ട്രോൾ ചെയ്യപ്പെടുത്തേനും പല ആൾക്കാർക്കും ഇവര് സ്ട്രൈക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ഒരു ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്, കണ്ടന്റ് നല്ല പറയണ്ടേ, കോണ്ടന്റ് ക്രിയേറ്റർ ആണ് ലൈഫ് ഓഫ് അനന്തു. നമ്മുടെ ലൈഫ് ഓഫ് അനന്തുവിന് സ്ട്രൈക്ക് കൊടുത്ത് അനന്തുവിന് കൊടുക്കുമ്പോൾ അനന്തുവിനെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ അനന്തു വിചാരിക്കും, അനന്തു ഒന്നും വിചാരിക്കത്തില്ല, എന്ത് കാണുന്നില്ല, അത് പോട്ടെ. അപ്പൊ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തുവിന്റെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് പറഞ്ഞു, വളരെ മാന്യമായ രീതിയിൽ പറഞ്ഞു, വളരെ സഭ്യമായ രീതിയിൽ പറഞ്ഞു. എന്നാൽ വളരെ മോശമായിട്ട് അവതരിപ്പിച്ചേക്കുന്നവരും ഉണ്ട്, വളരെ സർക്കാസത്തിൽ അവതരിപ്പിച്ചേക്കുന്നതും ഉണ്ട്. ഇതിനകത്ത് ഞാനിപ്പോ അവരുടെ വീഡിയോ ഒന്നും വെക്കുന്നില്ല. കാരണം അനന്തു മറ്റേ കയ്യടിക്കടാ ആ സെറ്റപ്പാണ് ചെയ്തേക്കുന്നത്. നീ സ്ട്രൈക്ക് തരുവല്ലേ, നീ ഇതിനും തടാ, കാരണം ഞാൻ ആ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്തതാ, അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു സ്ട്രൈക്ക് മേടിച്ച് അതിന്റെ പുറകെ പോയിട്ട് അത് പൊട്ടിച്ച് നിൽക്കാൻ സമയവും ഇല്ല, എനിക്ക് എന്നോട് താല്പര്യവും. ഞാൻ ഈ വീഡിയോ ചെയ്യാത്തതിന്റെ പിന്നെ കാരണം ഈ എന്തു ജോമൊക്കെ ഞാൻ കണ്ടിരുന്നു. സംഭവം ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞ് ഇത് മാത്രമേ ഉള്ളൂ വെറുപ്പീരെന്ന് പറഞ്ഞാൽ അട്ടർ വെറുപ്പീരായിട്ടാണ് ആ സാധനം തോന്നിക്കൊണ്ടിരുന്നത്. കാരണം അവരുടെ അഭിനയമായാലും അവരുടെ അവതരണമായാലും അവരുടെ ശബ്ദം കൊടുത്തിരിക്കുന്ന മോഡുലേഷൻ ആയാലും, സൗണ്ട് അല്ല ഞാൻ പറഞ്ഞ മോഡുലേഷൻ. ഇപ്പൊ നിനക്ക് ഒഴിക്കണോ, ഈ ഒരു സാധനങ്ങളൊക്കെ ലോകോത്തര വെറുപ്പീരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഞാൻ ചിന്തിച്ച് നമ്മള് സന്തോഷ് പണ്ഡിത്തിനെ അംഗീകരിച്ചില്ലേ, അതേപോലെ നമ്മൾ ഇവരെ അംഗീകരിക്കണ്ടേ, ഇവരെന്തെങ്കിലും ചെയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവര് അപ്പൊ ഈ പരിപാടി ഇങ്ങനെ അവതരിപ്പിച്ചു, ഇത് ഭയങ്കര രീതിയിൽ വൈറലായി, ഇതിന് പല ആൾക്കാരും ട്രോളാൻ തുടങ്ങി, ഇവര് പിടിച്ച് സ്ട്രൈക്ക് കൊടുത്തു. അപ്പോ ഇത് വല്ലാണ്ട് ഇതായപ്പോഴത്തേനും ഇവര് അതിഭീകര പ്രതികരണവുമായി രംഗത്തേക്ക് വരുന്ന ഒരു സാധനം ഉണ്ടായി. ഈ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മൾ ഇങ്ങനെ നശിപ്പിച്ചു, അവരാധിച്ചു, മറ്റേത് മറിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് വന്നത്. നിങ്ങൾ ഈ അവരാധിച്ചു എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ആളുകൾ നിങ്ങളെ ട്രോള് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വീഡിയോ അപരാധമായിട്ടാണ് കണ്ടവർക്കെല്ലാം ഫീൽ ചെയ്തത്. അല്ലാതെ നിങ്ങളുടെ വീഡിയോ ആൽക്കിടിലമാണെങ്കിൽ നമ്മൾ കൈയടിച്ച് വിടത്തല്ലേ ഉള്ളൂ. പല ആൾക്കാരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എല്ലാവർക്കും ഇമാതിരി ട്രോൾ വരുന്നില്ലല്ലോ. സോ അപ്പൊ നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്തൊക്കെയോ ചില പന്തികേടുകൾ ഉള്ളതായിട്ടാണ് പല ആളുകൾക്കും ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ അത് അരോചകമായിട്ടാണ് പല ആൾക്കാർക്കും ഫീൽ ചെയ്തത്. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഞങ്ങളുടെ കണ്ടന്റ് ക്രിയേഷൻ ഇങ്ങനെയാണ്, ഇതൊരു കോമിക് പോലൊരു സാധനമാണ്, നിങ്ങൾക്ക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു വിടാം. അതിന് പകരം ഇവര് ചെയ്തത് അക്കൗണ്ട് എല്ലാം പ്രൈവറ്റ് ആക്കി പൂട്ടി കണ്ടം വഴി ഇറങ്ങി ഓടി. എന്നിട്ട് ഇതിനെതിരെ സംസാരിച്ചവർക്കൊക്കെ പിടിച്ചിട്ട് സ്ട്രൈക്ക് അങ്ങ് കൊടുത്തു. ഈ സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതേ സമയം നേരെ ഈ ലൈഫ് ഓഫ് അനന്തിനെ വിളിച്ചിട്ട് ബ്രോ അതൊന്ന് റിമൂവ് ചെയ്ത് ബ്രോ, അത് നമുക്ക് ബുദ്ധിമുട്ടാണ് ബ്രോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി അത് റിമൂവ് ചെയ്ത് തന്നേനെ. അതേസമയം നിങ്ങൾ അനന്തു നല്ല ഏതൊരു ക്രിയേറ്റർ ആണെങ്കിലും അങ്ങനെ മെജോറിറ്റി അത്യാവശ്യം മാന്യനായിട്ടൊരു ക്രിയേറ്റർ അതേ ചെയ്യത്തുള്ളൂ. നിങ്ങൾ വിളിച്ച് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്ത് തരും, ഈ സോഷ്യൽ ഇഷ്യൂ ഒന്നും അല്ലാത്ത പക്ഷം. അതിന് പകരം നിങ്ങളൊരു സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അയാൾ ആ സ്ട്രൈക്ക് പൊട്ടിക്കും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു സാധനം ഇട്ട് വരുമ്പോഴത്തേനും അത് ഇമാതിരി അപരാധമാണെങ്കിൽ വീണ്ടും എടുത്തിട്ട് അപരാധിക്കും, സ്ട്രൈക്ക് കൊടുക്കും, വീണ്ടും പൊട്ടിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ സ്ട്രൈക്ക് അവര് കൗണ്ടർ തരുമ്പോഴത്തേനും അത് നിങ്ങളുടെ അക്കൗണ്ടിന് വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. ഞാൻ അധികമൊന്നും ഇവരെ ട്രോളി ഞാനും മാനസികമായി വേദനിപ്പിക്കുന്നില്ല. കാരണം ഇവരൊരു റിയാക്ഷൻ ചെയ്തിരുന്നു, ഇവർക്ക് വന്നിരുന്ന വീഡിയോസിനെതിരെയുള്ള റിയാക്ഷൻ ചെയ്തിരുന്നു. ആ സമയത്ത് ഇവർ എടുത്തു പറയുന്നുണ്ട്, ദിസ് ഈസ് ഹൈലി കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്, ഞങ്ങളുടെ വീഡിയോ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞുത്തി കൂമിൽ ഇരിക്കണം പന്നികളെ എന്നുള്ള സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഞാൻ ആ സാധനം എടുക്കാൻ പോയില്ല, ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാനത് റിയാക്ട് ചെയ്യാൻ ഒന്നില്ല.
ഏതായാലും നമുക്ക് ഇവരെ അനുകൂലിച്ച് ഇപ്പൊ ഒരു പുള്ളിക്കാരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാണാം. അവർ ആ ടൈപ്പ് ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞില്ല. അവര് നെഗറ്റീവ് പബ്ലിസിറ്റി ഉപയോഗിച്ചു എന്നും ആരും പറയുന്നില്ല. അവതരിപ്പിച്ച രീതിയിൽ ആളുകൾക്ക് എന്റെ പൊന്നളിയാ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നു. ആ ഫുഡ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഫുഡ് ബാക്കി നിങ്ങളുടെ ആ ഒരു സ്ട്രീറ്റിൽ താമസിക്കുന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഇതൊരു ഹോട്ടലിൽ കൊണ്ട് വിളമ്പിട്ട് നീയൊക്കെ ഇത് മുണിങ്ങിട്ട് പോയാൽ മതി, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ എന്ന് പറഞ്ഞ് നമുക്ക് തീറ്റിക്കാൻ പറ്റുമോ? ഇതാണ് സാധനം. അവര് ചെയ്ത സാധനം വർക്കായില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അതിനിപ്പോ അവർ അക്കൗണ്ട് പൂട്ടി അവർക്ക് എതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോ ചിലപ്പോ ട്രോൾ ആകും, ചിലപ്പോ സ്വീകാര്യത കിട്ടും, ചിലപ്പോ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകും. ഞാൻ ഇടും എല്ലാണോ എന്നെ അങ്ങ് ശ്രദ്ധിച്ചെടുത്ത് അർമ്മതിച്ചോണം എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞാൽ അത് ശരിയാവും തോന്നില്ല. നമ്മൾ സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേനും ഇതെല്ലാം അനുഭവിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ അക്കൗണ്ട് പ്രൈവറ്റ് ആയി വീട്ടിൽ പോയിരുന്നു പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. കാരണം ഞാൻ ആ പുള്ളിയെ അക്കൗണ്ട് കാണാത്തതുകൊണ്ട് കണ്ടുപിടിച്ച് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു. പുള്ളി ഡിവാസ്റ്റേറ്റഡ് ആണ്. നിങ്ങൾ എല്ലാവരും ഇട്ട കമന്റ്സും എല്ലാവരെയും ഓവർ ട്രോളിംഗ് ഒക്കെ കാരണം പുള്ളി ഒട്ടുക്കത്തെ സങ്കടത്തിലാണ്. പുള്ളിക്ക് നല്ല മെന്റലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്, പുള്ളിക്കും പുള്ളിയുടെ ഫാമിലിക്കും. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഞാൻ ഫുൾ ഇരുന്ന് കേട്ടു. കാരണം പുള്ളി പറഞ്ഞത് പുള്ളിയും പുള്ളിയുടെ വൈഫും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. പുള്ളിയും പുള്ളിയുടെ ഭാര്യ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അത് ശരി, ഐഷു പെട്ടിരിക്കുന്നു, നമുക്കൊന്ന് ട്രോൾ ചെയ്യാം. ഇങ്ങനെയാണ് അവര് ജീവിതത്തിൽ സംസാരിക്കുന്നേ. എങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കേണ്ട സാധനമാണ്. അവിടെ ആകുമ്പോഴും ഇങ്ങനെയാണോ അവര് സംസാരിക്കുന്നേ? എന്റെ പൊന്നളിയാ, നമ്മൾ ഒരാളെ ന്യായീകരിച്ച് സംസാരിക്കുമ്പോ അതിനകത്തൊരു മര്യാദയൊക്കെ വേണ്ടേ? അവരങ്ങനെ അങ്ങനെ പറയത്തുള്ളൂ. അവർക്കത് ഒരു ആക്ടായിട്ട് മാത്രം എടുത്താൽ മതി. അത് അവരെ ട്രോളുന്നു, അതൊരു വൈറലാവുന്ന രീതിയിൽ അവർ കണ്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു. അവർക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത് അവരുടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഹൃദയമായിട്ടായിരിക്കും. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. രീതി അതാണ്. അവരങ്ങനാണ്. അവര് ചുമ്മാ ഈ ഫെയിമിനൊന്നും വേണ്ടില്ല, ചുമ്മാ തമാശ കണ്ടന്റ് ക്രിയേഷൻ. ഫെയിമിനൊന്നല്ല, ചുമ്മാ തമാശന് കണ്ടന്റ് ക്രിയേഷന് വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പബ്ലിക്കായിട്ട് വിടും. പബ്ലിക്കായിട്ട് ചുമ്മാ തമാശന് വേണ്ടിട്ടാ, ഫെയിമിന് വേണ്ടിട്ടല്ലേ. നമ്മൾ ഫെയിമിന് വേണ്ടിട്ട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ഫെയിം അങ്ങ് കിട്ടി. നിങ്ങൾക്ക് എതിരെ ഒരു നെഗറ്റീവ് വരുമ്പോ റിയാക്ട് ചെയ്യേണ്ട രീതി അതല്ല, ആ റിയാക്ട് ചെയ്ത രീതിയിലാണ് പാളിപ്പോയത്. പോലെ തുടങ്ങിയതാ. അത് കുറെ നാളുടെ അവർ ചെയ്യുന്നുണ്ട്. അവർ സത്യം പറഞ്ഞാൽ 10, 2000, 1000, 300 ഫോളോവേഴ്സ് ഒക്കെ അവർക്ക് സമാധാനം ഉണ്ടായിരുന്നു. കുറച്ച് ഫെയിമിലോട്ട് വന്ന് നിങ്ങൾ അവരെ ട്രോളി അങ്ങ് ഇല്ലാതാക്കി. അതായത് ഇവര് എന്തൊരു തോന്നിവാസവും കാണിക്കും, എന്ത് തോന്നിവാസവും കാണിക്കും. നമ്മള് മിണ്ടാതിരുന്നാണ്, മനസ്സിലായോ? എന്തോ വേണേലും കാണിച്ചു കൊടുക്കും, നമ്മൾ മിണ്ടാൻ പാടില്ല. നമ്മളെല്ലാരെയും അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം? ഒരാള് ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ജനങ്ങൾ പബ്ലിക് കാണാനായിട്ടല്ല കൊടുക്കുന്നത്. ഈ കാണാനായിട്ട് കൊടുക്കുമ്പോ പബ്ലിക്കിന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് കാണിക്കുവേ. അത് കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാം കൂടെ ആ പാവം കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ നിർത്തിക്കളയിച്ചു എന്നൊക്കെ പറയുന്നതിൽ എന്ത് ന്യായീകരണം ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് ഇടണമായിരുന്നു, ഈ വീഡിയോ ആരും യൂസ് ചെയ്യാൻ പാടില്ല, ഇത് ഞങ്ങളുടെ പേഴ്സണൽ പ്രൈവറ്റ് കണ്ടന്റ് വേണ്ടിയിട്ട് ക്രിയേഷന് വേണ്ടിയിട്ട് എഴുതി വെക്കണമായിരുന്നു. പബ്ലിക്കിന് ഒരു സാധനം വിളമ്പി കൊടുത്തിട്ട് പബ്ലിക് അതിന് ഒപ്പീനിയൻ പറയുമ്പോഴത്തേനും ഇങ്ങനൊന്നും കിടന്ന് ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് അവര് റീച്ചായി അവരുടെ ഒരു ഒരു പീക്ക് ടൈമിലേക്ക് പോയി എന്ന് ചിന്തിക്കാനേ അവർക്ക് പറ്റത്തുള്ളായിരുന്നു. ആ ടൈപ്പ് കണ്ടന്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാതെ പേടിച്ചിരിക്കുക. ഇതേ ചെയ്യാൻ പറ്റുമോ? അതിന് പകരം നിങ്ങൾ എല്ലാവരും കൂടെ അവരെ ട്രോളി നിർത്തി അവരെ അക്കൗണ്ട് പൂട്ടിപ്പോയപ്പോ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇവരുടെ എന്തൊരു വെറുപ്പീരായിരുന്നു ഇവരുടെ വീഡിയോ ഫീഡിയോ വന്നോണ്ടിരിക്കുന്നത്. ഇവരുടെ വീഡിയോ ആയിരുന്നു എന്തോ ചോമു എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീഡിയോ ആയിരുന്നു. ഇവരെ എടുത്തിട്ട് ഉള്ള സകലമാന മനുഷ്യരും എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇവരെ കാണണ്ടെന്ന് വിചാരിച്ചാലും അവന്റെ വീഡിയോ വരുമ്പോ എന്റെ അത് തുറന്നു കഴിഞ്ഞാൽ ഈ എന്തോ ചോമു മാത്രമേ ഉള്ളൂ. വെറുത്തിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം നിർത്തിയിട്ട് ഫേസ്ബുക്കിന്റെ റീല് പോയി ഞാൻ കണ്ടു. അമ്മാതിരി വെറുപ്പിലായിരുന്നു സത്യമായിട്ടോ സാധനം. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആകുമ്പോഴത്തേന് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ എന്ത് പുഴുങ്ങി തന്നാലും നീയൊക്കെ അത് ഇരുന്ന് കണ്ടോണം തിന്നോണം എന്നൊന്നും പറഞ്ഞ നടപടിയാണ് കേസല്ല സുഹൃത്തെ. നിങ്ങൾ ന്യായീകരിക്കുമ്പോഴത്തേനും നിങ്ങൾ ഒരു മര്യാദയൊക്കെ വേണ്ട ഇനിയാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. ഒരു പാവം പിടിച്ച ആൾക്കാരുടെ സമാധാനം കളഞ്ഞപ്പോ എല്ലാവർക്കും അലിൻ ജോസും ആറാട്ടം. ഈ പാവം പിടിച്ച ആൾക്കാര് എത്ര പേരുടെ സമാധാനം കളഞ്ഞറിയോ? ഞാൻ സത്യമായിട്ടും വെറുത്തളിയ സാധനം കണ്ടിട്ട്, ഞാൻ വെറുത്ത സാധനം കണ്ടിട്ട്.
പിന്നെ ഈ അലൻ ജോസ് പെരേരനെയും ആറാട്ടണ്ണനെയും പറഞ്ഞല്ലോ, അവരെയൊക്കെ പൊക്കിയിട്ട് ആഘോഷിക്കുകയാണെന്നാണ് നിങ്ങൾ പറയുന്നേ. ഇതേ ട്രോളാണ് അവർക്കിട്ട് കൊടുക്കുന്നത്. അലൻ ജോസിനെയൊക്കെ പറയുന്ന അവരാതെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോ ആ ഒരു നിലവാരത്തിലാണ് നിങ്ങൾ ഇവരെ കാണുന്നത്. അവര് ഭയങ്കരമാണ് കിടിലുമാണെന്ന് പറഞ്ഞിട്ട് അവന്മാരുടെ അതേ നിലവാരത്തിലാണ് ഇവരെ നിങ്ങൾ തന്നെ തട്ടിച്ച് സപ്പോർട്ട് ചെയ്തവരെ നിങ്ങൾ തന്നെ പറയുന്നത്. അപ്പൊ പിന്നെ കാണുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞതിൽ തെറ്റ് പറയാനുണ്ടോ നമുക്ക്? ഉള്ളവരെ മതി. യു ഓൾ ഗൈസ് ഡിസേർവ് ദാറ്റ്. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇങ്ങനൊരു പാവത്തിനെ ഇല്ലാണ്ടാക്കി, ലൈക്ക് അവരെ മെന്റലി ഇല്ലാതാക്കിയോ നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലെറ്റ് ലിവ് മാൻ. വൈ ദിസ് കൊലവെരിടി. ഇതാണ് ഇപ്പോഴത്തെ പ്രധാന സംഭവമായിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ എന്ത് ചോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് തരുമെന്ന് കേട്ടു. അപ്പോ സ്ട്രൈക്ക് എല്ലാവർക്കും വാരിപ്പറക്കി കൊടുക്കുന്ന ആൾക്കാരെല്ലാം സ്ട്രൈക്ക് പൊട്ടിക്കുമ്പോഴത്തേനും നിങ്ങളുടെ ആ ഒരു ചാനൽ അങ്ങ് അടിച്ചു പോയി കഴിയുമ്പോഴത്തേനും ആ ഒരു സമാധാനം കൂടെ നമുക്ക് കിട്ടും. സന്തോഷമായി സുഖമായി സുന്ദരമായി ജീവിക്കാം. ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ. എന്തായാലും ഈ കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇനി അവര് പാവമാണോ അവര് ഭയങ്കരമാണോ ഒന്നും നമുക്കറിയത്തില്ല. നമ്മൾ കണ്ട വീഡിയോ മാത്രമേ നമ്മൾ ട്രോൾ ചെയ്തിട്ടുള്ളൂ. ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഇവന്റെ ഒക്കെ സ്വഭാവം ശരിയില്ല, ഇവനൊക്കെ ബോറും ചേറ്റ എന്ന് പറഞ്ഞിട്ടില്ല. ഇവരെന്തൊരു അപരാധമാണ് ഈ കാണിക്കുന്നത് എന്നേ ചോദിച്ചിട്ടുള്ളൂ. എന്തായാലും കൊള്ളാം, ന്യായീകരണം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മികച്ചൊരു ന്യായീകരണം. വെളുപ്പിക്കാൻ ഒരു ലോഡ് കുമ്മായിട്ട് ഇറങ്ങിയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ബ്രോയുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഞാനത് അംഗീകരിക്കുന്നു, ഞാനതിനെ സ്വീകരിക്കുന്നു. പക്ഷെ ആരുടെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല എന്നീ നിമിഷത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.